ഹലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ചിയാ സീഡ് കുതിരാൻ വെക്കും. എന്നിട്ട് അതിൽ കുറച്ച് ഡ്രോപ്പ് നാരങ്ങ നീരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുടിക്കും. അത് ഡെയിലി ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് വളരെ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല വെയിറ്റ് ലോസിനൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പൂരിക്ക് മാവ് കഴിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കിഴങ്ങേറിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ പൂരി നല്ലതുപോലെ പൊന്തി നല്ല ഗുണ്ടപ്പനായിട്ട് വരുന്നുണ്ട്. അതിനുള്ള ടിപ്സൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടല്ല പൂരി ഇതുപോലെ പൊന്തി വരണേ. കുറച്ച് പഞ്ചസാര അത് ആഡ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല കണക്ക് പൊന്തി വരും. ഇതിൻ്റെ റെസിപ്പി കറിയുടേതും പൂരിയുടേതും നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി കണ്ടോ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ, പൊടിച്ചെമ്മീനായിട്ട്. അപ്പോൾ പൊടിച്ചെമ്മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കുമ്പളങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരപ്പ് റെഡിയാക്കുമ്പോഴത്തിൽ നമ്മൾ മീൻകറിക്ക് ചേർക്കുന്ന കണക്ക് നമ്മൾ ഉലുവ ചേർക്കുന്നില്ല, പകരം പെരിഞ്ചീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ആ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ചുവന്നുള്ളി അതരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പെരിഞ്ചീരകം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ, 1 സ്പൂണോളം ഉണ്ട്. അതും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടെ വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ അത് ഒത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ജാറ് കഴുകി തന്നെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക. അതായത് ഇതുപോലെ വറ്റി വന്ന് കഴിയുമ്പോൾ ഇത്തിരി കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ മണം ആ സമയത്ത് കേട്ടോ. അത് കറിയുടെ ലുക്കേ അങ്ങ് മാറിപ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കണം കേട്ടോ. അടിപൊളിയാണ്, കുറുകുറാന്ന്. ഇത് ചോറിൻ്റെ ഒപ്പം അല്ല, പുട്ടിൻ്റെ കൂടെ, പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. കുമ്പളങ്ങയുടെ പീസൊക്കെ കടിക്കുമ്പോഴുണ്ടല്ലോ അപ്പോഴേ വായിൽ വെള്ളം വരണം. ഇത് നമ്മളെ വാഴക്കൂമ്പ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഒരെണ്ണം വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് പയ്യെ കഴുകി വാരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് പയറൊക്കെ വേവിച്ചിട്ട് ചെയ്താലും ടേസ്റ്റാണ്. ചിലർ പരിപ്പിട്ട് വെക്കും, പക്ഷേ ഞാനിന്നിപ്പോൾ ഉഴുന്നുപരിപ്പ് കടുക് വറുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പ്രത്യേക ടേസ്റ്റ്, എളുപ്പം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായതിൽ കടുകിട്ട് പൊട്ടി അതിൽ കുറച്ച് ഒരു വലിയ സ്പൂണോളം ഉണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ അതൊന്ന് മൂത്ത് വരട്ടെ. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു വാഴക്കൂമ്പ്, ചില സ്ഥലങ്ങളിൽ കുടപ്പൻ എന്ന് പറയും തോന്നുന്നല്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട, ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോഴത്തേനും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പ് തയ്യാറാക്കാം. ഒരു 5-6 കാന്താരി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ അതിനൊക്കെ തന്നെ കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക കേട്ടോ. ഞാനിതിലിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. ഇന്നിപ്പോൾ ചേർക്കണില്ല പച്ചവെളിച്ചെണ്ണ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തോരൻ റെഡി. അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു വിഭവങ്ങൾ. അങ്ങനെ ഇന്നും വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം ഇന്നത്തെ ദിവസവും നല്ലതുപോലെ ദൈവാനുഗ്രഹത്താൽ അങ്ങ് പോയി. അപ്പം